സോ വെൽക്കം ബാക്ക്. പകുതി വെച്ച് മുറിഞ്ഞു പോയെങ്കിലും നമുക്ക് നേരത്തെ ടോപ്പിക്ക് മറ്റേ ഇവിടുത്തെ സാധ്യതകളെക്കുറിച്ചും അതൊക്കെയായിരുന്നു. നമുക്കിനി ഫിൻലാൻഡിൻ്റെ എല്ലാവരും വരുന്ന ഹിസ്റ്റോറിക്കൽ സാധനങ്ങളുണ്ടല്ലോ, മറ്റേ ഹിസ്റ്റോറിക്കല്ല റെലവൻ്റായിട്ട് നിൽക്കുന്ന ഫിൻലാൻഡിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ എല്ലാവരും പറയുമ്പോൾ ഫിൻലാൻഡിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയാറുണ്ട്. ഇൻഡെക്സിൽ ഭയങ്കരമാണ്. അതുപോലെ കുറച്ച് മതപരമായിട്ടും പറയും, മതമില്ലാത്തതിൻ്റെ പേരിലാണ് ചില ഇൻഡെക്സ് ഇങ്ങനെ അങ്ങനെ അത് എത്തിസ്റ്റുകൾ ഇങ്ങനെ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ. അപ്പം നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം ഇവിടെ യൂറോപ്പിൽ പോയാണ്, ഞാൻ ഇവിടെ ഉണ്ട്, ഫിൻലാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം പറഞ്ഞു വെക്കുന്നത് മതങ്ങളില്ല അവിടെ, ഈ പറഞ്ഞ ആരാധനകളോ അല്ലെങ്കിൽ പക്ഷേ എന്നാലും എല്ലാ കമ്മ്യൂണിറ്റിയും വളരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അല്ല, മതമില്ല എന്നൊന്നും ഇങ്ങനെ പറയാൻ പറ്റുക. അവിടെ ലൂതറൻ ക്രിസ്ത്യൻസ് നല്ല രാജ്യമല്ലേ? അതെ, എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് ചുമ്മാ പറയുന്നത്, അത് ആ സെല്ലിംഗ് പോയിന്റ്. അത് ഇപ്പം ലാത്വിയനെ പറ്റി പിന്നെ ഇവിടെ ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ലാത്വിയയില് വുമൻസിന്റെ കാര്യം പറഞ്ഞു, പെണ്ണുങ്ങൾ ആണുങ്ങളില്ലാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല പറയുന്നത്. എന്നതുപോലെ ഈ പറഞ്ഞ ആ ഒരു ചെറിയ ഒരു ഓഡിയൻസിനെ എന്നാൽ പുറംലോകം കാണാത്ത കുറച്ച് പേരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എല്ലായിടത്തെയും ഒരു കാലഘട്ടത്തിൽ അവരിങ്ങനെ ചെറിയ പിക്കിംഗ് ഉണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കുറേയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ പോയി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആണോ എന്നൊക്കെ അറിയുന്നത്. ചില ആൾക്കാർ യൂറോപ്യൻ കൺട്രീസൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അവിടെ പിന്നെ ലെപ്പവാറ എന്ന് പറയും, എസ്പോസിറ്റിയിൽ അവിടെ ഒരു ടെമ്പിൾ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി അവിടെ പോയിരുന്നു. ഒരു നമ്മളെ ഹിന്ദു ക്ഷേത്രമായിട്ടുണ്ട്, ഒരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിപ്പോയിരുന്നു. അവിടെ പിന്നെ നമ്മുടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഉണ്ട് അവിടെ. ശരി. പറഞ്ഞാൽ വെൽക്കമിങ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ അവർ അത്രയും വെൽക്കമിങ് ആണ്, സോഫ്റ്റ് മൈൻഡഡ് പേഴ്സൺസ് ആണ്. ഇവിടെ ഉണ്ട് ഇപ്പോൾ ലാറ്റ്വിയയിൽ ഹരേ കൃഷ്ണ ടെമ്പിൾ ഉണ്ട്. ഹരേ കൃഷ്ണ അല്ലേ രാമാന്ന് പറയാ അതിന് പറയുന്നത്. അവിടെ എനിക്ക് നല്ല ഇഡ്ഡലിയും സാമ്പാറും കിട്ടും. ഇതിപ്പോൾ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ലാത്വിയൻസുമായിട്ടായിരുന്നു മീറ്റിംഗ്. അതിൽ അവർ അവിടെ പോയി ഭക്ഷണം കഴിച്ചതിനെ പറ്റി അവിടുത്തെ ടേസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. അവർക്ക് ഇഷ്ടമായ ഫുഡ് നല്ല രസമാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ഫ്രീ ഫുഡാണെന്ന് തോന്നുന്നില്ലേ? ഫ്രീ ഉണ്ട്, അതായത് പൈസയും കൊടുത്തിട്ട് അകത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ ഈ വീടില്ലാത്തവർക്കൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് ക്യൂ നിൽക്കാം. അങ്ങനെ ഇപ്പം ചെന്നാൽ ചിലപ്പോൾ കാണും ഈ സമയത്തൊക്കെ ക്യൂ ഉണ്ടാവും ചിലപ്പോൾ. അതായത് കുട്ടികൾ ഇപ്പം പഠിക്കാനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ക്വാർട്ടേഴ്സിൻ്റെ തന്നെ അറിഞ്ഞൂടാ. എന്നാലും എൻ്റെ അടുത്ത് ഒരാൾ ലാറ്റ്വിയൻ ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് എൻ്റെ അടുത്ത് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയും നല്ല ഫുഡാണ്, നിങ്ങൾ വന്ന് കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതായത് വൈകുന്നേരം കിട്ടുന്ന ആ ഫുഡിനെ കുറിച്ചാണ്. സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു കഥ അറിയാവോ? ഇല്ല. സ്റ്റീവ് ജോബ്സ് ഇതുപോലുള്ള ഫുഡ് കഴിച്ച് ഹരേ കൃഷ്ണ ഇതിൽ നിന്ന് ടെമ്പിളിൽ നിന്ന് ജീവിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, തുടക്കത്തിൽ. അത് ശരി. അതുകൊണ്ട് പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. അത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ മതങ്ങളും വേണം. കാരണം പറഞ്ഞില്ലേ, ഇൻക്ലൂസിവിറ്റിയാണോ വേണ്ടത്? മനുഷ്യൻ എന്ന് പറഞ്ഞത് ഒരു സാമൂഹിക ജീവിയാണ്. ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡൈവേഴ്സിറ്റി. നമ്മൾ എത്ര ആഘോഷിച്ച് ജീവിച്ചതല്ലേ, പ്രത്യേകിച്ച് 90s 80s 90s ഒരു പ്രശ്നവുമില്ല. ചില എന്നാലേ മനുഷ്യൻ ഇൻക്ലൂസീവ്നെസ് ഉണ്ടായാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രധാനം. ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഈ പറഞ്ഞ സോഷ്യൽ അനിമൽ, അതൊരു അയാളുടെ സർവൈവൽ സ്കില്ലാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊരു കച്ചവടം ചെയ്യണമെങ്കിൽ ഒക്കെ വാങ്ങിക്കാനുണ്ടാവണം. കറക്റ്റ്. അതല്ലാതെ ഇത് ഇന്നലെ മെനിയാന്ന് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ പിന്നെ ഏതാണ് റിലീജിയൻ എന്നും ചോദിച്ചിട്ട്. അത് എൻ്റെ പേഴ്സണലാണ്. അതെ, അത് വേറെ ആരും അറിയേണ്ട, ഇറ്റ്സ് വിത്തിൻ മീ. ഈവൻ എൻ്റെ കൂടെ ആര് നടക്കുന്നുണ്ടോ ആരും അറിയേണ്ട ആവശ്യമല്ല. അത് ബിലീഫല്ലേ, അത് നമ്മുടെ സ്വന്തം വിശ്വാസം. അപ്പം ആ വിശ്വാസത്തിനകത്ത് മറ്റുള്ള കുറേ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അതിൽ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നിലപാട് വേണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവണം. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഓക്കെ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം ഞാനത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ വരുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രശ്നം നടന്ന കണ്ടോ, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ, ഇവിടെ നടന്ന കണ്ടില്ലേ നിങ്ങൾക്ക് അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിഷയം നമ്മുടെ ഇതാണ്, നിലപാടിനെ കുറിച്ചാണ്, ഞാൻ മതപരമായിട്ടുള്ള. അവരുടെ നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞൂടെ? ഒരു ഡൈവേർഷൻ്റെ ഭാഗമാണ്. നമ്മൾ സംസാരിച്ചിരിക്കുന്നതിന് മറ്റുള്ള തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേറെ എത്തിക്കഴിഞ്ഞാലാണ് കൂടുതൽ ഓഡിയൻസ് ഉണ്ടാകുക എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യും. എന്നാൽ നമ്മൾ ആ ഒരു നിലപാടിലങ്ങ് നിന്നാൽ മതി.
അതെ അതെ കറക്റ്റ്. നേരത്തെ പറഞ്ഞാൽ ആ ബിലീഫ് വിത്തിൻ അസ്, വിത്തിൻ അതല്ല നമ്മൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് തന്നെ. അപ്പം അതുപോലെ നേരത്തെ പറഞ്ഞ ഈ ഫിൻലാൻഡിൻ്റെ കേസ് പറയുമ്പോൾ നമ്പർ 1 ഹാപ്പിനെസ് ഇൻഡെക്സിൽ, അപ്പോൾ ഇൻഡെക്സ് സ്കെയിൽ നോക്കുന്നത് എങ്ങനെയാണ് മിക്കവാറുള്ളവർക്ക് അറിയത്തില്ല എന്തിൻ്റെ ബേസിലാണ്. അതിൽ GDP വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി യെസ് അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കറപ്ഷൻ റേറ്റ് അതൊരു വലിയ ഫാക്ടറാണ്. അതെ. പിന്നെ എഡ്യൂക്കേഷൻ, ഇത് ഇങ്ങനെ കുറേ ഫോർമുല, ഇതൊരു ഫോർമുലാണ്, അത് വെച്ചിട്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ്. ബാലൻസ്ഡ് ഫോർമുലയാണ് അതല്ലേ? യെസ്, അല്ലാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ചിങ്ങനെ നടക്കുക എന്നല്ലാതെ എല്ലായിടത്തും. അവിടെ എന്റർപ്രണർ ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും നല്ല സ്ട്രഗിളാണ്. എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് നല്ല ബെനിഫിറ്റ്, ഭയങ്കര സൗകര്യം. ഹക്കീമൊക്കെ പറഞ്ഞ പോലെ ഉണ്ട്, എന്തോ അവർക്ക് ഒരു എംപ്ലോയി എടുക്കണമെങ്കിൽ കുറേ പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഒരു മിനിമം വേജ്, അതേപോലെ തന്നെ വെക്കേഷൻസ് അല്ലേ? അതെ അതെ, അത് പിന്നെ മിനിമം വേജസ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ ഹോളിഡേയ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്ര അവേഴ്സ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇപ്പം പഠിക്കാൻ വരുന്ന കുട്ടികൾ അവർക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ എം റിമെമ്പറിംഗ് കറക്റ്റ്ലി. അവിടുത്തെ 20, ഇവിടെ അത് 40 മാസ്റ്റേഴ്സിന് 20. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിലധികം വർക്ക് ചെയ്യാൻ പാടില്ല, അത് അവരെ പഠിക്കുന്നതിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് വേണം ഈ കുട്ടികൾക്ക് അവർക്ക് ഏൺ ചെയ്യാനും ഒക്കെ ചെയ്യാനും. അതുപോലെ തന്നെ ഫിൻലാൻഡിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. നേരത്തെ പറഞ്ഞ ട്രേഡ് യൂണിയനിലൊക്കെ ചേർന്നോ? അതിൻ്റെ കാരണമല്ല, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അതൊരു വേറെ സംഭവമാണ്, അതിൻ്റെ ഭാഗമായിരിക്കണമെന്നൊന്നുമില്ല, അത് നിർബന്ധമുള്ള കാര്യം നിർബന്ധമല്ല അല്ല. ഇപ്പം ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ചേർന്നാലേ ജോലിക്ക് അങ്ങനെയൊന്നുമില്ല. ബട്ട് വെദർ ഇറ്റ് ഈസ് യു ആർ പാർട്ട് ഓഫ് ദാറ്റ് വൺ ഓർ നോട്ട്, പക്ഷേ അത് നിർബന്ധമായിട്ടും ആ എൻ്റർപ്രൈസ് ഉണ്ടാവില്ലേ, അത് അതിൻ്റെ ഭാഗമായിരിക്കും നിർബന്ധമായിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ലേബർ ലോ അവർ പാലിക്കണം, വിഷയമുള്ള കാര്യമല്ല. അതെ, എല്ലാ ഇതും ലേബർ ലോ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറയുന്നത് അവർക്കൊന്ന് ലാംഗ്വേജ് ഇല്ല, പിന്നെ 2 അവർ സ്കിൽഡ് അല്ല. അപ്പോൾ അവരെ എവിടെ വെച്ചിട്ടാണ് നമ്മൾ മിനിമം വേജസ് കൊടുക്കുമെന്ന് പറയും, അവിടെയാണ് വിഷയം. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും മിനിമം വേജസ് കണക്കാണ്. അപ്പോൾ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ, അത് അവർ അലോ ചെയ്യില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷയത്തിൻ്റെ കാരണത്താലാണ് കുട്ടികൾക്ക് ജോലി കിട്ടാത്തതും. എനിക്കത് ലിവിങ് എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല €800, €600 to €800 വേണം ഒരാൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ ഫിൻലാൻഡിൽ. റെന്റ് എത്രയായിരിക്കും? റെന്റ് ഏകദേശം ഒരു സ്പേസിന് ബെഡ് സ്പേസിനൊക്കെ ഏകദേശം €350 അത്ര വരും. പിന്നെ പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് അറിയാലോ, ഞാൻ വന്നതാ. നല്ല എക്സ്പെൻസാണ്. ഒരു കോഫി കുടിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇപ്പോഴത്തെ കോഫി എന്ന് പറയുന്നത് ഇപ്പം ഒരു €1 ഇപ്പോൾ കിട്ടാൻ തുടങ്ങിക്കുന്നു. അത് പിന്നെ അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു കോഫിയുടെ റേറ്റ് എന്ന് പറയുന്നത് €2.5. അപ്പോൾ ഒരു കോഫിയും ഒരു ചെറിയൊരു കടിയും കുടിക്കണമെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഒരു കോഫിയും എന്നാൽ ചെറിയൊരു സ്നാക്സും കഴിക്കണമെന്നുണ്ടെങ്കിൽ €5, €5.40, €6 വരും. ഇവിടുത്തെ വ്യത്യാസം തോന്നുന്നു. അതും ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ കഫേയിലൊക്കെ പോകണമെങ്കിൽ €2.5 അങ്ങോട്ട് കൊടുക്കണം ഒരു കോഫിക്ക്. അതെ, കറക്റ്റ്. പക്ഷെ ആകുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കി ലാറ്റ്വിയയുടെ എക്സ്പെൻസ് വളരെ കൂടുതലും ചില വരവ് കുറവും ഒരു കമ്പാരിസൺ തന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൈസുകൾ UK പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുട്ടിയിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ UK അവർലി പ്രൈസൊക്കെ ഭയങ്കര കൂടുതലാണ്, എന്നാൽ ഇവിടെ വളരെ കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഞാൻ 3 വർഷമായിട്ട് ഒരേ സ്കെയിൽ തന്നെയാണ് പോകുന്നത്, എന്നാൽ അതിനകത്ത് മാറ്റം വന്നിട്ടില്ല. എന്നാൽ ചിലവ് ഓടിക്കൊണ്ടേ ചെയ്യുന്നുണ്ട്, റൂമിന് 2 കോടി അങ്ങനെ കുറേ മാറ്റം വന്നു. അത് ഇപ്പം ഫിൻലാൻഡിൽ കുറച്ചുകൂടി റേറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട് ഇപ്പം ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ ഇതാണ് വിഷയം. ഇപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ആളുകൾ സ്റ്റാർവ് ചെയ്തത് എനിക്ക് നേരിട്ടറിയാം. 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാത്ത കേസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള ജീവിച്ചിട്ട് ലാസ്റ്റ് ഭക്ഷണമല്ല, അവർക്ക് പൈസ അല്ല അവരുടെ കയ്യിൽ. സ്റ്റുഡൻസ് ആണ് അവർ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പിന്നെ ഈ ഏജൻസിക്ക് പൈസ കൊടുത്ത് ഇവിടെ എത്തിപ്പെട്ടതാണ്. അവരോട് ഏജൻസി പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് അവിടെ ലാൻഡ് ചെയ്താൽ മതി, നിങ്ങളെ ജോലിക്ക് കാത്തു ഇരിക്കുന്നത് പോലെ അവർ കൺവിൻസ് ചെയ്യുക.
എന്നിട്ട് ഒരു കുട്ടി തല കറങ്ങി വീണ് എന്നെ ഒരാൾ വിളിച്ചൊരു രംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനതിൽ എൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കുന്നില്ല. എനിക്കറിയാം ആ ഒരു പ്രശ്നമൊക്കെ എനിക്കറിയാം. കാരണം വന്നാൽ മതി പിന്നെല്ലാം ആയിക്കോളും എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതിപ്പം ഇതിനും വരുന്ന ആൾക്കാരുണ്ട്, വർക്കിന് വേണ്ടി നടക്കുന്നത്. എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. പക്ഷേ ചില ആൾക്കാർ വന്ന് പറ്റിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ സാഹചര്യമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറേ സാഹചര്യമുണ്ട്. ഒന്ന് ഈ പറഞ്ഞ കാലാവസ്ഥ, പിന്നെ ഭക്ഷണം അവർ തന്നെ കുക്ക് ചെയ്യണം, പിന്നെ സമയമില്ല, പിന്നെ പ്രോജക്റ്റ് വരും. നേരത്തെ പറഞ്ഞാൽ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളുണ്ട്. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ റൂമിൽ ഇരിക്കാമെന്നുള്ള അവസ്ഥ. അതെ. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും മാൻ പവർ കമ്പനീസാണ് കൊണ്ടുവരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കമ്പനിയുടെ കോൺട്രാക്റ്റിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഫിക്സഡ് സാലറി അല്ല, അവർലി റേറ്റ് ആണ്. അത് ഒരു ഉണ്ടെങ്കിൽ നല്ല എമൗണ്ട് ഉണ്ടാക്കാം, പക്ഷേ എന്നാൽ ഇല്ലെങ്കിൽ റൂമിലിരിക്കാം. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനം. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടും പെട്ടു പോകുന്നുണ്ട്. നമുക്കറിയാം നമ്മളെ ബിൽഡിങ്ങിൻ്റെ അല്ലേ, ഞങ്ങൾ ഒരു 3-4 പേരുണ്ട് ഇവിടെ. 4 മാസമായിട്ട് വർക്കില്ലായിരിക്കാം. അവർക്ക് എന്നാൽ കടം വാങ്ങിച്ച് വന്നതാണ്. പ്രോപ്പർ വർക്ക് വീസ് ഒക്കെ വന്ന ആൾക്കാരാണ്. ജോലിയുണ്ട്, അത്യാവശ്യം ഏജും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ അങ്ങനെ അറിയില്ല, അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല, ഇംഗ്ലീഷ് വലിയ പിടുത്തില്ല. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് ഉണ്ടോ ഇവിടുന്ന് ആളുകൾ തിരിച്ചു പോയത്, ഇവിടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ജോലിക്കൊക്കെ വന്നിട്ട് എനിക്ക് പറ്റിയ നാടല്ല എന്ന് ഒരുപാട്? ഇപ്പോൾ ഒരാഴ്ച മുമ്പ് പോയിട്ടുള്ളൂ നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. പക്ഷെ ആ പ്രതീക്ഷകൾ ഞാനൊന്നേരം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കേണ്ട പോലെ ശ്രമിക്കാതെ പരാജയപ്പെട്ടതാണ് അവർ. എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞ സേഫ് സോണിലേക്ക് മാറും. കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഒരു മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വിത്തിൻ ദ കമ്മ്യൂണിറ്റിയിലേക്ക് മാറി അവരുമായിട്ടുള്ള ഇടപെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പുറത്തേക്ക് ഒരു കോൺടാക്റ്റ് ഉണ്ടാവത്തില്ല. ഇൻ കേസ് ഇംഗ്ലീഷ് ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുള്ള സമയം ഉണ്ടാവത്തില്ല, ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ ലാസ്റ്റ് പറയുകയാണ് ഞങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയും. എന്നുവെച്ചാൽ ശ്രമിക്കുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ലാംഗ്വേജ് വേണമെന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് CV ഞങ്ങൾ മാച്ച് ചെയ്യുന്നില്ല. എന്നാൽ CV അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല, അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. വന്നപ്പോൾ ഉള്ള CV എന്താണോ അത് തന്നെ ആയിരിക്കും കൊണ്ടുപോകുമ്പോഴുള്ളത്. ശരിക്കും ഇപ്പം ഒരു ട്രെൻഡ് ജെൻസിൻ്റെ ഇടയിലുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളൊക്കെ ഒരു ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നാട്ടിൽ കൊടുവള്ളി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോ അല്ലെങ്കിൽ പിന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജിലൊക്കെ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് വയനാട്ടിലായിരുന്നു, അങ്ങനെ നമ്മളെ ഒരു എക്സ്പെക്റ്റേഷൻ. പിന്നെ അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ജനറേഷൻ ആയപ്പോഴേക്ക് അവന് ബാംഗ്ലൂർ പഠിക്കണമെന്നാണ്. അവന് ബാംഗ്ലൂരാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അവർക്ക് ഇൻ്റർനാഷണലാണ്, കാരണം സോഷ്യൽ മീഡിയൻ്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും. അപ്പോൾ ശരിക്കും നമ്മളെ നാട്ടിൽ തന്നെ എഡ്യൂക്കേഷനലി ഓക്കെയാണ്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. നമ്മളൊക്കെ അവിടെ നിന്ന് പഠിച്ചാണ് ഇവിടെ ഇതുപോലുള്ള വലിയ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫോർഡ്, ഗ്യാപ്പ് റീറ്റെയിൽ, പിന്നെ നോക്കിയ, യൂണി ക്രെഡിറ്റ്, അലൈഡ് ഐറിഷ് ബാങ്ക്. ഇതൊന്നും മോശമുള്ള കമ്പനിയൊന്നും അല്ലല്ലോ, ഒക്കെ ഫോർച്യൂൺ 500 വരുന്ന കമ്പനികളാണ് വർക്ക് ചെയ്തത്. അത് സാധാ പിന്നെ LP സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്കെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണ്ടത് വിഷനാണ്. ഓക്കെ, നമുക്കൊരു ടാർഗറ്റ് വേണം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചിറങ്ങിയാൽ മാത്രമേ അവിടേക്ക് എത്തുള്ളൂ. പല വഴികളായിരിക്കും. ഓക്കെ, ഷോർട്ട് കട്ട് ഉണ്ടാവും, ലോങ് കട്ട് ഉണ്ടാവും, ഏതായാലും ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. എന്നാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം യൂറോപ്പിലേക്ക് ഞാൻ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് യൂറോപ്പിലെത്താൻ കഴിയും വൺ ഡേ. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസൊക്കെ ആക്കി നല്ല വൃത്തിയായിട്ട് നമ്മുടെ ജോലി പരമായിട്ട് തന്നെ വേണം മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നഴ്സുമാർക്കാണെങ്കിൽ അവിടെ നാട്ടിൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇവിടുത്തെ ലാംഗ്വേജൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ജോലി കിട്ടിയിട്ട് ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അവർ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വേദനിക്കുന്നില്ലേ? അതെ അതെ, ശരിയായിട്ടും. മെനിയാന്ന് ഇന്നലെ വൈകുന്നേരം ഇരുന്നിട്ട് ഞാനും 2-3 പേര് ശരിക്കും വേദനിച്ചിരിക്കുന്ന ഒരു കഥ കേട്ടിട്ട്. ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും പറയും എന്താ ചെയ്യാന്ന്. സ്റ്റുഡൻ്റാണ് അങ്ങനെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവർക്ക് കരയണം, പറ്റുന്നില്ല. അവർക്ക് കരയാൻ പറ്റുന്നില്ല. ഓക്കെ, അത് വല്ലാത്തൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പ്രശ്നം വരുമ്പോൾ നമുക്കത് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ എന്നിട്ട് അവരെ ഒരു വലിയൊരു ക്രൗഡിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ട് അവരെന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ചെയ്യുന്ന അവരെ കണ്ടു. ഇവരെ ഞങ്ങൾക്കറിയാം. അവരെ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് ഞങ്ങളത്
ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല എന്ന ഒരു റിഗ്രറ്റ് പോലെ അയാൾ പറയാം. ഞാൻ അവരെയും വിളിച്ചു, അവരെ ഫോട്ടോഗ്രാഫറെ വിളിച്ചു, അവരെ എല്ലാവരെയും വിളിച്ചു. ഞങ്ങളെല്ലാവരും, എൻ്റെ അനിയനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ സ്റ്റോറി കേൾക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. എന്നിട്ട് ഞാൻ അവരെ എല്ലാവരെയും ചൂണ്ടി പറഞ്ഞു, ഈ ക്രൗഡ് ഒക്കെ ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത് മൊത്തം. അവരൊക്കെ നല്ല വെൽ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. മേ ബി അവർക്ക് 100 യൂറോ തരാൻ പറ്റുമായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനെന്താ വേണ്ടിയത്? എംപ്ലോയ്മെൻറ്റ്. അപ്പം എൻ്റെ അടുത്താണെങ്കിലോ എൻ്റെ അടുത്തൊരു ലിമിറ്റ് ഉണ്ട്. അതെ, നമ്മളെ ഓർഗനൈസേഷനിലേക്ക് അവർ എടുക്കണമെന്നൊരു നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് ആണ് ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത്. ഇറ്റ്സ് നോട്ട് നമുക്ക് നാട്ടിലൊന്നും പോലൊന്നും അങ്ങ് ഹയർ ചെയ്യാൻ പറ്റില്ല. ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ഒരു കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ അവർ ആ പ്രമൈസസിൽ കണ്ടാൽ തന്നെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അത്രയും റിസ്ക് ആളുകൾ ആരും എടുക്കാൻ റെഡിയല്ല. അപ്പം നമ്മൾ ആരും റെഫർ ചെയ്താൽ പോലും ആളുകൾ എടുക്കാൻ റെഡിയല്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പെടണോ? അതല്ല, നാട്ടിൽ തന്നെ പഠിച്ച് നല്ല ഹയർ എഡ്യൂക്കേഷന് PGക്ക് വരിക. PG ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനം. PG പിന്നെയും കുഴപ്പമില്ലാത്ത. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആകും, എന്നാൽ അവർക്ക് ആ ക്വാളിഫിക്കേഷൻ കൊണ്ട് കാര്യമില്ലാത്ത അവസ്ഥ. എന്നുവെച്ചാൽ അറിയാലോ, എങ്ങനെയും തട്ടിമുട്ടി പാസ്സായി പോകാന്നുള്ള അവസ്ഥ ഉണ്ട് ഇവിടെ. ഫിൻലാൻഡിൽ വലിയൊരു സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്കാം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു തട്ടിക്കുട്ടിയ ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി ഒരു 6 മാസത്തെ ഒരു കോഴ്സ് കൊടുക്കും. അതിൽ 1 ഇയർ അങ്ങനത്തോണ്ട് വിസ കിട്ടുക. അതിൽ പല മേഖലയുണ്ട്. അത് ആ ഡിഗ്രി കൊണ്ട് നാട്ടിൽ തന്നെ ഫിൻലാൻഡിൽ തന്നെ ജോലി കിട്ടില്ല എന്ന് അവർ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറയും. പക്ഷേ നാട്ടിലുള്ള ഏജൻസി എന്താ പറയുന്നത്? നിങ്ങൾ അവിടെ എത്തിയാൽ മതി എന്ന് പറയുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുള്ളൂ, നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ഇവർ ഫസ്റ്റ് തന്നെ കേട്ടിട്ട് അതോടുകൂടി അടിഞ്ഞു, ഡിമോട്ടിവേറ്റഡ് ആയി. പിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ അവരെ ഫാമിലിയും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ പുതിയ നിയമം വരുന്നുണ്ട്, ഈ ഫാമിലിക്കുള്ള സപ്പോർട്ട് ഇനി ഉണ്ടാവില്ല. കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനും അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം അത് അവർ മനസ്സിലാക്കി, ഒരു ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇവിടെ അതില്ലല്ലോ, സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഇല്ല. ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ അത് ബാൻ ചെയ്തു. യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടാവണം, അത് യൂണിവേഴ്സിറ്റി ആവാം. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റി മാത്രം ഇവിടെ ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും നിർത്തി. അവർ ചോദിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇനി കാരണം പഠിക്കാൻ വരുന്നവർ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി. മറ്റേതെന്ന് പറഞ്ഞാൽ ഫാമിലിയെ കൊണ്ടുവരിക, പിന്നെ ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, വേറെ വർക്കിന് പോവുക, പിന്നെ ആളെ കാണാനില്ല, പിന്നെ വേറെ ബോട്ട്സ് ഇല്ല, പിന്നെ മൈഗ്രേറ്റ് അപ്പുറത്തേക്ക്. പിന്നെ എനിക്ക് പിന്നെയും ഈ ജെൻസിനോട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. എല്ലാ ടെക്നോളജി അവർക്കറിയാം, അവർക്കറിയാത്ത ഒന്നുമില്ല. കറക്റ്റ് അല്ല, അവർക്കെല്ലാം അറിയാം. എന്തുകൊണ്ട് അവർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കിക്കൂടാ? എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കറക്റ്റ് ആണോ? എന്തുകൊണ്ട് അവർക്ക് ഫിനിഷ് എംബസി ഡൽഹിയിലേക്കൊന്ന് ഒരു മെയിൽ ചെയ്തുകൂടാ? അവരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ കൺസൾട്ടൻസി തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് പെട്ടെന്ന് സാധനം കിട്ടണം, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാനും സമയമില്ല. അപ്പോൾ അവരെന്ത് ഏജൻസി എടുത്ത് പോകുന്നത് വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. നമ്മളൊന്നും ചെയ്യണം, ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കൊടുത്താൽ വിസ കിട്ടും. അല്ലേ, ഞങ്ങൾ ഇവിടെ ചെയ്ത് കൊടുത്താണ്. ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അപ്പുറത്തെ സൈഡ് വിസ നമ്മുടെ കയ്യിൽ വരും. ഇതിനിടയിലുള്ള പ്രോസസ്സ് ഒന്നും അറിയേണ്ട, തലവേദനകളില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രധാനമായിട്ടും പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ അന്നേരം പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിയും. ചില ആൾക്കാർക്ക് കോഴ്സ് എടുക്കേണ്ടേ അറിയില്ല. അവർ വന്ന് ഞങ്ങൾക്ക് പഠിക്കണം യൂറോപ്പിൽ, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ നോക്കണം അവരുടെ ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്ന എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അവർക്കൊരു ആസ്പിറേഷൻ ഇല്ല, അവർക്ക് ഡെസ്റ്റിനേഷൻ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പോകണം എന്നുള്ളൂ. നിങ്ങളൊരു രാജ്യം ചൂസ് ചെയ്യണം, ഞങ്ങൾക്കൊരു കോളേജും തരണം, കോഴ്സും തരണം. അത് പഠിക്കാനും പറ്റരുത്, ക്ലാസ്സിൽ പോകാൻ പാടില്ല, ഞങ്ങൾക്ക് കറങ്ങണം, ഞങ്ങൾക്ക് ഫ്രീഡം വേണം. ആദ്യം പറഞ്ഞ സാധനമാണ് ഫ്രീഡം. ക്ലാസ് അധികം ഉണ്ടാകത്തരുത്. അപ്പം ഇപ്പം മാർട്ടിവ് ഒക്കെ ആണെങ്കിൽ 5 days ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും അത് ഞങ്ങൾ മനസ്സിലാക്കി ടഫാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എടുക്കാൻ പറയും. അങ്ങനെയാണ് പറയുന്നത്. വാട്ട് ഈസ് ദെയർ ഇന്റൻഷൻ? ജസ്റ്റ് മൈഗ്രേറ്റ് ചെയ്യുക, അതേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും മൈഗ്രേഷൻ നോക്കുന്നത്. സാധാരണ ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഹയർ എഡ്യൂക്കേഷൻ നോക്കുള്ളൂ. അതിന് അവർ നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യും.
ഇപ്പോൾ നമ്മളിപ്പോൾ IIT മദ്രാസൊക്കെ പോലെ നല്ല കോളേജ് സെലക്ട് ചെയ്തിട്ടായിരിക്കും പോകുക, കാരണം അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ ജർമ്മനിയിലൊക്കെ വരും. ജർമ്മനിയിൽ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഡിലേ ആണ് പ്രോസസ്സ്, ഒരു 6-7 മാസം വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്ന കാലം അവർ നോക്കുന്നത് അവർക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന് ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട്. കാരണം ഇന്ത്യയിൽ കിട്ടാത്ത ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ദ ബെസ്റ്റ് കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് കാത്തിരിക്കണം, അതുപോലെ നല്ല ടഫുമാണ്. ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാക്കത്തില്ല അവർ. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഫ്രീ ആയിട്ട് എടുത്ത എഡ്യൂക്കേഷൻ എടുത്ത ആൾക്കാർ എന്ത് ചെയ്യും, പിന്നീട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറും. അവിടെ ഈ പറഞ്ഞ 12-13 ലക്ഷം രൂപ കൊടുക്കാൻ റെഡിയാണ് അവർ, കാരണം അവർ എടുക്കാനും റെഡിയാണ്. അപ്പം ഈ പറഞ്ഞ ഫ്രീ ആണെന്ന് പറഞ്ഞ് വരും, പക്ഷേ പിന്നീട് ഈ ജർമ്മനിയിലെ അവസ്ഥ വരുമ്പോൾ പിന്നെ ടഫായിട്ട് മാറുമ്പോൾ അവർ, ഫിൻലാൻഡിലുണ്ടെന്ന് തോന്നുന്നില്ലേ ഫ്രീ എഡ്യൂക്കേഷനുള്ള കോളേജുകളില്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കത് കോപ്പി ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഒന്ന് ആ എലിജിബിലിറ്റി പാസ്സാവണമെങ്കിൽ ചിലപ്പോൾ 3 മാസം എടുക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും പറയാം നിങ്ങൾ എലിജിബിൾ അല്ലെന്ന്. അപ്പോൾ ആ 3 മാസം പോകും. അപ്പം ഇതാരാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ R&D നടത്തി എനിക്ക് എന്താണ് എലിജിബിലിറ്റി വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ എലിജിബിലിറ്റി ആയതിനു ശേഷമായിരിക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ന് മനസ്സിലായി അവർക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള പ്രോസസ്സ് നോക്കിയാൽ ചിലപ്പോൾ വിസ പ്രോസസ്സിലായിരിക്കും ചില പ്രൊജക്ഷൻ ഉണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നും നോക്കത്തില്ല. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഉണ്ട്. അതും നേരത്തെ പറഞ്ഞില്ല, മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയാണ്. ഫ്രീ ആണ്, നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തരും. ഈ പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ, അല്ല ജർമ്മനിയിൽ പ്ലംബർ, നമ്മൾ പോളിടെക്നിക്ക് പഠിച്ച ഒരു സ്കിൽഡ് നേഴ്സുമാർ, അവർക്കെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് B2 വേണം. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കണ്ട, അവരിങ്ങോട്ട് സാലറി എന്ന് വെച്ചാൽ സ്റ്റൈപ്പൻഡ് പോലും ഇങ്ങോട്ട് തരും. ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, വർക്കും ചെയ്യാം. അപ്പോൾ സാലറി ഉണ്ട്. അത് കേട്ടിട്ട് എത്രയോ പേര് അപ്ലൈ ചെയ്യുന്നറിയാമോ? അങ്ങനെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഞാൻ മെനിയാന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ഒരു റിമോട്ട് ഏരിയയിൽ ഞാനൊരു ട്രെയിന് കാത്തിരിക്കുക. 2 പിള്ളേർ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ ക്യാമറ എടുത്തിട്ട് എന്തോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സംശയം അവർ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു മെഡിക്കൽ ഇതുണ്ട്, സെൻ്റർ ഉണ്ട്. അവരുടെ കീഴിൽ ജർമ്മൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ഞങ്ങളടുത്തൊക്കെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് അവർക്ക് സമയമുണ്ട് എന്ന് തോന്നി. അപ്പോൾ അവർ നേരെ വന്നു. അപ്പോൾ അവർ വയനാട്ടിലുള്ള പിള്ളേരാണ് 2 പേര്. ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ഇവിടെ ഈ സ്ഥലത്തെത്തിയെന്നാണ്. അപ്പോൾ ഒരു തൊട്ടടുത്താണ് അവർ സെൻറ്റർ. ഞാൻ ചോദിച്ചു ക്യാമറ എന്തുകൊണ്ടാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അവർ പറഞ്ഞു നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വന്ന് അപ്പം എൻ്റെ കൂടെ ഉള്ള ഇവർക്കറിയാം, ഇവരൊക്കെ ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവരവിടെ ഇപ്പം ജോലിയുണ്ട്, എന്തോ കുറച്ചുകൂടി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫോർ ഷുവറായിട്ട് ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ മേഖലകളിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് യൂറോപ്പിൽ. ഏജിങ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതുപോലെ പ്ലംബറിനും അതിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. ഇപ്പം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർലി റേറ്റ് ആണ്, നല്ല റേറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ സ്കിൽഡ് ആയിട്ട് എംപ്ലോയി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പേടിയാണ് വിളിക്കാൻ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്ലംബ് നമ്മൾ തന്നെ പണി ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ എന്നാളൊരു ബോംബെക്കാരനുണ്ട്, ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ എത്രയോ ഒരു കോടിക്കണക്കിന് രൂപയുടെ റീകൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് പെൻഡിങ് ആണ്, ആളില്ലാത്തതിൻ്റെ പേര്. എടുക്കാൻ ആളില്ല, ചെയ്യാൻ വർക്കേഴ്സ് ഇല്ല. അപ്പം അയാൾ പറഞ്ഞു നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് നോക്കിയോ, എംപ്ലോയീസിൻ്റെ ഒരു ലേബർ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഇത്രയും പ്രോജക്ട്സ് ഇവിടെ ബിൽഡിങ്ങിൻ്റെ റീകൺസ്ട്രക്ഷൻ മാത്രമുണ്ട്. ബാക്കി പുതിയ റെനോവേഷൻ പ്രോജക്റ്റിന് വേണ്ടി മാത്രമുണ്ട്, കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് വേറെ. അപ്പം അത്രയും അവസരം മാറിക്കിടക്കുന്നതിൻ്റെ കാര്യം ഇവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ മടിയാണ്. ഒന്ന് അറിയില്ല, മണിക്കൂർ വെച്ചിട്ടാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അത് ശരിക്കും നമ്മളെ ആളുകൾക്കും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. ഉദാഹരണത്തിന് -°C പുറത്ത് ജോലി ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഈസി ജോബ്. ഇല്ല, പറ്റില്ല. അങ്ങനെ ഒരു അവിടെ ഒരു ചലഞ്ചിങ് ഉണ്ട്. ചില ആൾക്കാർ വരുമ്പം പറയുന്നുണ്ട് മഞ്ഞു പോരാൻ പോകും, ഞങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ എന്നൊക്കെ. എന്ന് വെച്ചാൽ റിയാലിറ്റി മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. ഇത് എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും മനസ്സിലാക്കുന്നില്ല. അതെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നാൾ ഞാൻ ഒരു ദിവസം ഒരു കൺസ്ട്രക്ഷൻ, ഞങ്ങളുടെ ഒരു മാനേജറിൻ്റെ വീട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ പോയി. അവിടെ ചെന്നപ്പോൾ റൂഫ് കഴിഞ്ഞിട്ടില്ല. അപ്പം അകത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു റഷ്യക്കാരനാണ്. അപ്പോൾ ആളാണെങ്കിൽ
ഒരാണി അടിക്കും, ഒരു സിഗരറ്റ് വലിക്കും. എന്നിട്ട് പിന്നെ അപ്പോൾ അയാൾ പറയാം, ഇയാളെ കൊണ്ട് ഈ പറഞ്ഞുവിടാനും വരുന്നില്ല. നിങ്ങൾ ഇന്ത്യക്കാരെങ്കിലും പണിയെടുക്കുന്നുണ്ടോ? ഞാൻ അറിഞ്ഞു കുറേ ആൾക്കാർ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകുന്ന ആൾക്കാരുണ്ട്, 5 രൂപ വെച്ച് കിട്ടുമായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ പറയും, എനിക്ക് ഇയാളെ കൊണ്ട് വലിയ ഷഡ്യമായി, ഇയാൾ പണിയെടുക്കുന്നില്ല, എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ വലിയൊരു എമൗണ്ട് സാലറിയും കൊടുക്കണം. 7 രൂപ ഒക്കെ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് ഇവർക്ക്. അല്ല, അത് അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്ന റോഡിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഈ വിന്ററിൽ എത്രയോ പേര് ആ റോഡിൽ റെയിലിന്റെ പണിയൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവരിടുന്ന ഗ്ലൗസ് ഏതായിരിക്കും, ഇവരിടുന്ന ബൂട്ട് ഏതായിരിക്കും? കാരണം നമുക്ക് കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ തണുപ്പ് വരുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇവർക്കത് യൂസ്ഡ് ആണ്, അഡാപ്റ്റഡ് ആണ്. ബേസിക്കലി ഇതുപോലുള്ള മേഖലകളിലൊക്കെ ജോലി വരുന്നുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസിയാണ്. ഞാൻ പറഞ്ഞത് ജർമ്മനിയിൽ എന്തുകൊണ്ട് ഹൗസ് ബിൽഡിംഗ് പ്രോജക്റ്റ് വന്നെന്ന് ചോദിച്ചാൽ അവിടെ സ്കിൽഡ് എംപ്ലോയീസ് ഇല്ലാത്തതിൻ്റെ പേരില്ല, അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് പുതിയ സ്കിൽഡ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോളിടെക്നിക് മേഖലയിലുള്ള ടെക്നിക്കൽ ജോബുകൾ അതൊക്കെ അവർ റീപ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്റ്റൈപ്പൻഡ് കൊടുത്തോണ്ടാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ പോയി അത് മിസ്യൂസ് ചെയ്യുന്നുള്ളൊരു രീതിയുണ്ട്. പുറത്തുനിന്ന് അതിന് വേണ്ടിയിട്ട് വരുന്നു. അപ്പം അറിയാലോ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആർക്കും വന്നാലും പഠിക്കാം എന്നുള്ളതാണ്. കൂടുതൽ അവർ നോക്കുന്ന അവരുടെ സിറ്റിസൺസിനായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ B2 ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഒരു ഫ്ലുവൻസി ഉണ്ടാക്കിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ, കയറിപ്പോകാനും പറ്റുള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ ലാംഗ്വേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ വളരെ ഈസി ആകുകയും ചെയ്യും. ഇപ്പോൾ ഗുൽസാൻ എടുത്ത് ചോദിച്ചു, നിങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോലി എനിക്ക് തോന്നുന്നു 100% ആവാൻ സാധ്യതയുണ്ട്. കാരണം ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവർ പുറകോട്ട് നിൽക്കുന്നത്. ഇപ്പം ഒരു ഫോറിനർ ലാറ്റ്വിയൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു അപ്രിഷിയേഷനാണ്. അല്ല, എനിക്ക് ബേസിക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ ബേസിക് സംസാരിക്കുമ്പോൾ ഇവർ അപ്രിഷിയേറ്റ് ചെയ്യും. കാരണം കുറേ നാൾ മുമ്പ് വന്ന റഷ്യൻസ് പോലും ലാറ്റ്വിയൻ സംസാരിക്കണില്ല. അപ്പം നമ്മ സംസാരിക്കുമ്പോൾ അവർ വെൽക്കമിങ് ആണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഒരു സപ്പോർട്ടീവാണ് നല്ലോണം. അതും ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ജർമ്മനൊക്കെ ആണെങ്കിൽ സ്വിറ്റ്സർലൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, അതൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം, കുഴപ്പമില്ല. വളരെ കുറച്ച് ആൾക്കാർ. ഫിൻലാൻഡാണ് 1.5 മില്യൺ ആളുകൾ മാത്രം സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർക്കത് അത്ഭുതമാണ്. കാരണം ഞങ്ങളുടെ ഇത്രയും എങ്ങും ഉപയോഗിക്കാത്തൊരു ഭാഷ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന സായിപ്പന്മാരുണ്ട്, അത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. എന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ ഫ്ലുവൻസി ഉണ്ടാക്കുമ്പോൾ ആ വാക്കുകൾ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതും പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ ആദ്യം നമ്മൾ ദേഷ്യപ്പെടും, പിന്നീട് ലാംഗ്വേജ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർ നമ്മുടെ കുടുംബകഥകൾ ചോദിക്കാൻ തുടങ്ങും, നിങ്ങളെവിടെയാണ്, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. വേറൊരു കഥയും കൂടി പറയേണ്ടിയിരുന്നു. എന്നെ പോലും പറ്റിച്ചു എന്നുള്ളത് വേറൊരു രസകരമായിട്ടുള്ള ഏജൻസികൾ ഇപ്പോൾ 15,000 രൂപ വെച്ചിട്ട് ഒരു കൊച്ചിൻ്റെ അടുത്ത് നിന്ന് ഒരു എൻട്രി ഫീസ് വാങ്ങിച്ചു. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് ഈ 15,000 ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം വിസ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ദുബായിയാണ്. ദുബായ് അഡ്രസ്സ് ഞാൻ തരാൻ പറഞ്ഞു. അപ്പോൾ അതിന് ഒരു കുറേ കഴിവൊക്കെ പറഞ്ഞു, എന്തൊക്കെ നമ്പർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത ആ പെങ്കൊച്ചിനെ എന്നെ കണക്ട് ചെയ്തൊരു ചാനലുണ്ട്. മലയാളിയാണ്, ദുബായിയാണ് ഏജൻസി എന്നാണ് പറയുന്നത്. നമ്പർ, വാട്സപ്പ് നമ്പർ അതാണ്. അങ്ങനെ നാട്ടിലുള്ളൊരു കൊച്ചാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അത് വേറെ സ്റ്റോറി ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ യെസ് പറഞ്ഞാലേ എന്താവും, ആ 15,000 റുപ്യ കൊടുക്കും. നമ്മളിവിടെ എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നെതർലാൻഡ്സിൽ സ്പെഷ്യലൈസ്ഡ് സ്കില്ലാണ് കൊച്ചിനുണ്ട്. നമ്മളെന്താ പറയേണ്ടത്, കൺഫർമേഷൻ കിട്ടും എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞാൽ മതി. എന്ത് പിന്നെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു യെസ് നിങ്ങൾ പിന്നെ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷിലാണ് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം അവിടെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ഒരു ടോണൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞു. ഇത് ഈ അടുത്ത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന. ഓക്കെ. അങ്ങനെ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം പറഞ്ഞു. പേയ്മെൻറ്റ് വേണം. ഞാൻ ചോദിച്ചു, അവരെ വിളിച്ചു. നൈന എന്നാ പെണ്ണിൻ്റെ പേര് പറഞ്ഞു. ഞാൻ നൈനോട് ചോദിച്ചു എന്തിനാ പൈസ, നിങ്ങളൊരു കാര്യം ചെയ്യൂ,
നിങ്ങൾ VFSലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തോളൂ, ഞങ്ങൾ പൈസ കൊടുത്തോളാം എന്നാണ്. അപ്പോൾ അവരെ ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ പിന്നെ ഹയർ ചെയ്തതെന്ന്, നിങ്ങൾ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാലും നിങ്ങൾ ഏജൻസിൻ്റെ ജോലി എവിടെയാണെന്നുള്ളതൊന്ന് പറയുമെന്ന് പറഞ്ഞു. അതുമില്ല. അപ്പോൾ ഈ കൊച്ചിന് ഇപ്പോൾ 1,75,000 റുപ്യ കൊടുത്താലാണ് അവരടുത്ത പ്രോസസ്സിലേക്ക് നടക്കുമെന്ന് പറയുന്നത്. 15 പോയി. 15 പോയി. അപ്പോൾ 15 ഞാൻ പറഞ്ഞാലും 15 നിങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിരിക്കുന്നല്ലോ. നിങ്ങൾ അടുത്ത ഇത് പ്രോസസ്സിലേക്ക് കടന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞാൽ, വേറൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ ഏകദേശം 136 ആൾക്കാരാണ് 1,00,000 മുകളിൽ കൊടുത്തിട്ടുള്ളത്. 136 കേരളത്തിൽ നടന്നതാ. ഇതിപ്പം നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് ഒന്നും ചെയ്താൽ ഒന്നും നടക്കില്ല. ഞാൻ ഇവിടെ 4 കോടിയുടെ തട്ടിപ്പ് കണ്ടു. 4 ലക്ഷം രൂപ 50 പേരിൽ നിന്ന് വാങ്ങിച്ചത് കട. ഇപ്പം എൻ്റെ 2 കുട്ടികൾ അവർ മറ്റേ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നു. ഇവിടെ യുക്രൈനിൽ മെഡിസിന് വന്നു. ഏകദേശം 30 ലക്ഷം കണ്ടാണ് കൊടുത്തത്. 2 മാസം പഠനം ഉണ്ടായിട്ടുള്ളൂ. നമ്മൾക്ക് വാറ് വന്നു. അവർ തിരിച്ച് സംഭവം ഞാൻ ഫിൻലാൻഡിലേക്ക് അവരെ കൊണ്ടുപോകും. പിന്നെ പൈസ തിരിച്ച് ചോദിച്ചു നോക്കുന്ന സമയത്ത് പൈസ മൊത്തം അവിടെ യൂണിവേഴ്സിറ്റി കൊടുത്തു എന്നാണ്. ഒരു കൊല്ലത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസും അതിൻ്റെ ഫുഡിൻ്റെ പൈസയൊക്കെ കൊടുത്തു. ഷഹജാസ് എന്നാണ് ഈ പയ്യൻ്റെ പേര്. അല്ല, അത് മേക്ക് വേ എന്നായിരുന്നു ഈ പിന്നെ ഇതിൻ്റെ ഏജൻസിൻ്റെ പേര്. അങ്ങനെ ഈ കുട്ടികൾ എയർപോർട്ടിൽ രണ്ടാമത് തിരിച്ച് ഫിൻലാൻഡിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് മറ്റേ ഇവരെ ഇൻ്റർഗ്രേറ്റ് ചെയ്തു. ആരെ? ഓഫീസേഴ്സ്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് മേക്ക് വേ ബാൻഡാണ്. ബാൻഡോ? ആ, ഇന്ത്യയിൽ ബാൻഡാണ്. ആ സംഭവം എന്തോ ആയിട്ട്. പക്ഷെ അവരിപ്പോൾ അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. എവിടേക്ക്? പിന്നെ പണ്ടത്തെ റഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള കസാക്കിസ്ഥാനോ എവിടെ ഈ പയ്യൻ അവിടെ ജീവിക്കുന്നതും ഈ പയ്യൻ അവിടെ ജീവിക്കുന്നതും ജോർജിയ പോലുള്ള ആ രാജ്യത്തൊക്കെയാണ് ഇവരിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് ആൾക്കാരിങ്ങനെ പറ്റിക്കപ്പെടും. എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മളൊരു ചെറിയൊരു എമൗണ്ട് മതി ഒരു മാസ് ഓഡിയൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ പോലും പറ്റില്ല. ഇത് നോക്കി 15,000 രൂപ വെച്ചിട്ട് 10 ആളെടുത്ത് വാങ്ങിയായോ പൈസ? ആയി. ഞാൻ എന്തിനാ ഞാൻ അത് പറയുന്നത്? എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 7 ലക്ഷം രൂപ പോയിട്ടിരിക്കുക. പോയിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്ന പോലും ഇല്ല. ഏത് മൊത്തം പൈസ റിട്ടേൺ ചെയ്തു. എന്ന് വെച്ചാൽ ഒരു മുസ്ലിമാണ്, ഏത് പറഞ്ഞാൽ ദുബായ് ആണ്, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് സ്ഥാപനത്തിൻ്റെ പേര്. സ്ഥാപനമൊന്നും എനിക്കറിയത്തില്ല. അയാളെ ഞാൻ ഇൻഡിവിജ്വലി കണക്ട് ചെയ്തതാണ് വേറൊരാൾ ത്രൂ. അപ്പോൾ ഞാൻ വെച്ചാൽ പേഴ്സണൽ നമ്പറാണെന്ന് പറഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്തത്. അവസാനം 7 മാസത്തോളം അയാൾ ലിത്വാനിയയ്ക്ക് ഒരു 3 വർക്ക് വിസ ചെയ്തു. വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതുപോലെ 4 വർക്ക് വിസ ബൾഗറിക്ക് ചെയ്തു. അതിൽ ലിത്വാനിയയ്ക്ക് 1 ലക്ഷം രൂപ വെച്ച് 3 പേരുടെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 മാസം കഴിഞ്ഞിട്ട് അവരുടെ വർക്ക് വിസയുടെ ഒരു പേപ്പറും തന്നിട്ടില്ല. പ്രൂഫോ ഒന്നുമില്ല. അതിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് വല്ലാഹി സത്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. നമ്മളെന്തായാലും പറ്റിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബൾഗേറിയക്കാണെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ വർക്ക് വിസ വന്നു. അപ്പോൾ അത് കിട്ടണമെങ്കിൽ വർക്ക് വിസ വേണമെങ്കിൽ കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേയ്മെൻറ്റ് 1.5 lakhs ആണ്. അപ്പം അയാൾ ചോദിച്ചു, ഞങ്ങൾ ഇതിനു മുമ്പ് പറ്റിക്കപ്പെട്ടതാണ്, ഞങ്ങളൊന്ന് കാണിച്ച് ഞങ്ങളൊന്ന് നോക്കട്ടെ വർക്ക് വിസ എന്താ. അത് ഞങ്ങൾ കാണിക്കില്ല. ഞങ്ങൾ VFS പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലോട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് ഞങ്ങളുടെ തരാം, ഫുൾ പേയ്മെൻറ്റ് അന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 50,000 വാങ്ങിച്ചു. മൊത്തം 85,000 വാങ്ങിച്ചിട്ട് പോയി. അയാൾ പറഞ്ഞ ടൈം ഫ്രെയിം 4 മാസമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇയാൾ റീഫണ്ടിന് കൊടുത്തിട്ട് കിട്ടേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ 5-ാം തീയതി ആയിരുന്നു. ഡിസംബർ 5-ാം തീയതി ആകുന്നതിന് മുമ്പ് ഞാൻ ഒരു 10-15 ദിവസം ചോദിച്ചു, 5-ാം തീയതി വരില്ലേ? ഞാൻ അതിന് മുമ്പ് അവധി പറഞ്ഞാണ്. 2 മാസമല്ല 2 മാസത്തെ വർക്കിംഗ് ഡേയ്സാണ് പറഞ്ഞത്. സെപ്റ്റംബറിൽ കൊടുത്താൽ ഡിസംബറിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ഞാനിത് വാക്കുറഞ്ഞാണ്. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ 5-ാം തീയതി വന്നിരിക്കും, അല്ലെങ്കിൽ ഞാൻ പൈസ തരുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഉറപ്പിൽ ഇങ്ങനെ കാത്തിരുന്നു. എനിക്കറിയാം ഇയാൾ തരത്തില്ലെന്ന്. 5-ാം തീയതി വന്നു. അയാൾ പറയാണ് ഇനിയും ഞങ്ങൾക്ക് 15 വർക്കിംഗ് ഡേയ്സ് വേണമെന്ന് പറഞ്ഞ് പോയ ആൾ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിൽ പോയി. ഇപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ആഴ്ചത്തെ കേസ് ഉണ്ടല്ലോ, ഞാനത് വിട്ടു എൻ്റെ സൈഡിൽ നിന്ന്. ഇനി അവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവർ കൺവിൻസ് ചെയ്യുന്നതിന് സച്ച് എ വേ അവർ നിർബന്ധമായിട്ട് അവർ എലിജിബിളാണ്, അവർക്ക് ജോലി കിട്ടുമെന്നാണ് കൺവിൻസ്. ഐ ആം കൺവിൻസ്ഡ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ്. എൻ്റെ സൈഡ് അതാണ്. ഇനി അവർക്ക് കിട്ടുകയാണ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ബാക്കി എമൗണ്ട് അറിയില്ല. ഞാൻ എക്സിറ്റ് അടിച്ചു.
അവർ വേണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട് അത് 15 പോകെങ്കിൽ പോട്ടെന്ന് വെക്കണം, ബാക്കി നിങ്ങൾക്ക് സമാധാനം പോകും. കാരണം വെച്ചാൽ നിങ്ങൾ അതിൻ്റെ പുറകെ അത്രയും നടക്കും. ഞാൻ പറഞ്ഞില്ല 7 മാസത്തോളം ജോലി കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഹോപ്പ് പോയി. പൈസ പോയത് ഇനിയും ഉണ്ടാക്കാം, പക്ഷെ ആ 7 മാസം ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ നാളെ ഈ കൊച്ചിന് ഇപ്പം ലക്കിലി ഒരു നല്ലൊരു ജോലിയുണ്ട് നാട്ടിൽ. ഞാൻ പറഞ്ഞിട്ട് അതങ്ങനെ ആയിരിക്കും നല്ലത്. ഞാൻ പോലും ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച ആള് നമ്മളെ ചതിച്ചു പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും പ്രതീക്ഷ പോയി. ഇതിൻ്റെ വോളിയാണ്, വലിയ വോളിയാണ് നടക്കുന്നത്. ഒരു 1000 rupees എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് പോലും മതി ഒരാൾക്ക് ലൈഫ് ലോങ് ജീവിക്കാനുള്ളത്. അത്രയും 1.5 ബില്യൺ അല്ലേ നമ്മളെ പോപ്പുലേഷന്. അതിൽ കൺവിൻസ്ഡ് ആകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മാക്സിമം ഒരു 0.001% മതി. ദെൻ അത് മതി ഒരാൾക്ക് മതി ശരിക്കും ജീവിക്കാൻ. അതാണ് പറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഒരു കാര്യം, ക്വാണ്ടിറ്റിയിലാണ്. അതെ, അത്രയും ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും ചില ആൾക്ക് മെയിലായിരിക്കും ഇവർ ആരും പൊട്ടന്മാർക്ക് ഞെക്കുന്നത്, അങ്ങനെ ഞെക്കുന്ന ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് അവർ മാസ് ഇമെയിൽസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ലിസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ അതിനകത്ത് ഞെക്കും. ഉറപ്പായിട്ടും ആയിട്ടുള്ള ആളുകളല്ല ഏറ്റവും കൂടുതൽ. ഇതെന്താ പറയുക ഇമോഷണൽ. ഞാൻ മെനങ്ങാന്ന് 2 ആഴ്ച മുമ്പ് ഒരാൾ സംസാരിച്ചു, ദുബായ് ഒരാളുടെ അടുത്ത് പ്രോജക്റ്റ് അയച്ചു തന്നിട്ട് വാങ്ങിക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഐഡിയ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ആൾ പറയാണ് എൻ്റെ ഒരു 20,000 ദിർഹംസ് പോയി, ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റിൽ കയറിയതാണ് പോയി എന്ന്. ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഓഡിയൻസ് നമ്മളെ കളിയാക്കും. നമ്മൾ പറഞ്ഞ കഥകളുണ്ടല്ലോ, നമുക്ക് പറ്റിയതും നമ്മൾ കൺഫേം ചെയ്തതും, ഇതെന്നെ എല്ലാവർക്കും സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പോലും കൺവിൻസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില സമയത്ത്. അതെ, അവരെ ആ ലെവലിലാണ് അവരെ. അല്ല, ഈ കൺവിൻസ് ആകുക എന്ന് പറഞ്ഞാലേ അവർ ശരിക്കും പറഞ്ഞ വീഡിയോ കോളിൽ വന്നിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പറ്റിച്ചതിനകത്ത് 4 ലക്ഷം രൂപ ഒരാൾ നേരിട്ട് പോയി അയാളുടെ ഓഫീസിൽ പോയി കണ്ടതാണ്. പക്ഷേ എന്നിട്ടും അവർക്ക് പറ്റിക്കാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് അറിയോ, ഇയാൾ എൻ്റെ പുറകെ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ സാധനമാണ്. പോയാൾ എൻ്റെ പുറകിൽ ഞാൻ 1-2 ദിവസം മുങ്ങി നടന്നാൽ 3-ാമത്തെ ദിവസം അയാൾ വരത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതാ മിക്കവാറുള്ളവർക്ക്. കാരണം വെച്ചാൽ എല്ലാവർക്കും പോയത് പോയി, ഇനി ഉള്ളവിടെ പോകാതിരിക്കട്ടെ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ലീഗലി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റം അങ്ങനെയാണ്, അതാണ് വിഷയം. നമ്മളിപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ പോയി നോക്കിയത്. അതായത് പിന്നെ IAS ഓഫീസേഴ്സിലൂടെയും IPS ഓഫീസേഴ്സിലൂടെയൊക്കെ ഞാൻ ഇതിനെതിരായിട്ട് ഞാൻ മൂവ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ പാർട്ടി ലെവലിലൂടെയും പോയി നോക്കി. അതൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ഇല്ല, അതിനൊരു മോണിറ്ററിങ് അല്ലെങ്കിൽ അതിനൊരു കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അറിയില്ല, ഒരുപാട് ഇൻസിഡൻസ് എവിടേക്കോ എന്തൊക്കെയോ സ്മെൽ ചെയ്യും. അതിലേക്ക് നമ്മളെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞാൻ കോൺട്രവേഴ്സിയിലേക്ക് ഞാൻ വരുന്നില്ല. അത് ശരിയാണ്. പക്ഷെ എനിക്കറിയാം എന്താ വിഷയം. സ്കാമിങ് എന്ന് പറഞ്ഞത് അറിഞ്ഞില്ലേ, ചെറിയൊരു എമൗണ്ട് അല്ല, അത് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ഹോൾഡ് ഉണ്ടാവണം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കോൺട്രവേഴ്സ്യലാണത്. അതെ, കോൺട്രവേഴ്സ്യൽ. പിന്നെ അത് വെച്ച് കയറും. പിന്നെ അതെ. അപ്പോൾ പിന്നെ നമുക്ക് ഫിൻലാൻഡിലേക്ക് വരുന്നു. പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റംസിൻ്റെ ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ അത് വൺ ഓഫ് ദ ടോപ്പ് സെല്ലിങ് ഐറ്റംസ് ആണ്. അത് ശരിക്ക് ഫിനിഷ് മോഡലുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്നത് IB കരിക്കുലാണ്. അത് സോ ടഫാണ്. ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. മക്കൾ അത്രയും പഠിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ടത്. മോനിപ്പം IB കഴിയാണ്, അതായത് പിന്നെ പ്ലസ് ടു ഈക്വലൻ്റ് ആയിട്ടുള്ള ഇത് കഴിയാണ്. അവൻ ത്രൂ ഔട്ട് ഞാൻ ഇവിടെ വന്ന അഗെയിൻ ഞാൻ ഫിൻലാൻഡിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് വന്ന ആളാണ്, അല്ലാണ്ട് ഫിൻലാൻഡിൽ നിൽക്കണമെന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ അവരെ ഞാൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലൈൻ ചേർത്തത്. അപ്പോൾ അവർക്ക് നല്ല ബെസ്റ്റ് സ്കൂൾ അവിടെ കിട്ടി, എസ്പോ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചത്. എല്ലാവരും 3 ആളും അവിടെ പഠിച്ചത്. ഫീസൊന്നുമില്ല, ഫീസൊക്കെ ഫ്രീ, എല്ലാം ഫ്രീ ആണ്. ടാക്സ് ഇല്ലേ ഇംഗ്ലീഷ് ലാംഗ്വേജിന്? എങ്ങനെ ഫോറിൻ ലാംഗ്വേജ് വരുമ്പോൾ അതിനൊരു ടാക്സ്? ഇല്ല, അതൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇംഗ്ലീഷ് സ്കൂളുകൾക്ക് ഫീസ് ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾക്ക് 5 പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ബെസ്റ്റ് സ്കൂൾ എന്ന് പറയും. പിന്നെ ഫിനിഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും അവരൊക്കെ പ്രോജക്റ്റ് ഓറിയൻറ്റഡാണ്. നമ്മളൊക്കെ എപ്പോഴാണ് പ്രോജക്റ്റ് ചെയ്തത്? നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷന്? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. മാസ്റ്റേഴ്സ് ഏതിലാണ്? കമ്പ്യൂട്ടർ സിസ്റ്റംസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് ചെയ്തത് PG ഫൈനൽ ഇയറിലാണ്. അതും ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഞാനും തന്നെ. അതാണ് നമ്മളെ പ്രോബ്ലം. UG PG UGയിലൊക്കെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കോപ്പി പേസ്റ്റ് ആയിരുന്നു.
അതെ, ചെയ്തൊരു സാധനത്തെ കൊണ്ട് ഡെമോ കാണിക്കുന്നു പോകുന്നു. അതെ അതെ, പോരുന്നു, അതിൽ കുറച്ച് മാർക്ക് തരുന്നു. ഇത് വൈവൊക്കെ വരുന്ന ആൾക്ക് പോലും ഒന്നിനെ പറ്റി ഒന്നും അറിയാം. ശരി, ശരിയാ. അതേ സമയത്ത് നമ്മൾ ഇവിടുത്തെ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പ്രീ സ്കൂള് അല്ലെങ്കിൽ ഡേ കെയറിൽ പഠിക്കുന്ന കുട്ടി പോലും ചെറിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണ്. ഇറ്റ്സ് ഒരു കൊളാബറേഷൻ. അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം ടീം വർക്കാണ് അവർ അങ്ങനെ പഠിപ്പിക്കുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ അല്ല. നമ്മളിത് സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. ആ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലൂടെ ഇങ്ങനെ കാണണത് ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കില്ല. അല്ലേ, നമ്മളങ്ങനെയല്ല പഠിച്ചു. നമ്മൾ യാഥാർത്ഥ്യം ഇത് കണ്ടിട്ടില്ലല്ലോ, റിയാലിറ്റി ഇല്ല. അപ്പോൾ അവിടെ ഉള്ളത് എല്ലോ ഒബ്ജക്റ്റ് ഇമാജിൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഒബ്ജക്റ്റ് ഉണ്ടാവും. റിയൽ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ എൻ്റെ മോള് പറഞ്ഞു, അവൾ 2 ദിവസം കോർട്ട്, അതായത് ഒരു കോടതി അവരുണ്ടാക്കും, മോക്ക് കോടതി. എന്നിട്ട് അവിടെ പോയിട്ട് ഇവർ ഒരു ദിവസം അതിൻ്റെ കേസിനെ പറ്റി കാര്യങ്ങളൊക്കെ ചെയ്യും. ഓള് +1 ആട്ടോ, 9th ഗ്രേഡ് കഴിഞ്ഞു, 10ലേക്ക് പോവുകയാണ്. പ്രീ DP എന്ന് പറയും അവിടെ പഠിക്കുന്ന. അപ്പോൾ ഒരു കോർട്ടിൻ്റെ എല്ലാ സെറ്റപ്പും മൊത്തം ഉണ്ടാക്കിയിട്ട് അവിടെ 2 ദിവസം അവിടെ വർക്ക് ചെയ്യുക. സ്കൂളിൽ പോകുന്നില്ല, ഇതാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെയാണ് അവർ ലൈഫ്, എങ്ങനെയാണിത്. ഞാനിപ്പോൾ പൊളിറ്റിക്സ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാനും മനസ്സിലാക്കിയത് കോളേജുകളിൽ പാർലമെന്റ് ഉണ്ടാക്കണം. അത് പറഞ്ഞില്ല. ഇപ്പോൾ അവളെ കൊളീഗ്സ്, അവളെ അതർ സ്റ്റുഡൻസ്, വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ EU പാർലമെന്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ മോക്ക് EU പാർലമെന്റ് അതുണ്ടാക്കിയിട്ട് നിങ്ങൾ അവരെയൊക്കെ പേജിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ലിങ്ക്ഡിനിൽ, ഈ കുട്ടികളൊക്കെ ലിങ്ക്ഡിനിൽ ഓൾറെഡി ആക്റ്റീവ് ആട്ടോ. മേ ബി നമ്മളെ ഓഡിയൻസ് എന്താണ് ലിങ്ക്ഡിൻ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം, അല്ലേ? നമ്മളെ കേൾക്കുന്ന ഓഡിയൻസ് ജെൻസിയിലുള്ള ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ചിലപ്പം എന്താണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജോലി പ്രൊഫഷണൽസിനുള്ള സോഷ്യൽ മീഡിയ ആണത്. അപ്പോൾ ഞാനൊക്കെ അത്യാവശ്യം അവിടെ എഴുതുന്ന ഒരാളാണ്. ഏകദേശം 2000 ചില്ലാണ് ആളുകൾ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ മോളും ഉണ്ട്, ഇപ്പോൾ അതിൽ മോളും എഴുതാറുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ലിങ്ക്ഡിനിൽ ഓൾറെഡി ആക്റ്റീവാണ്, അവർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം റീസെൻ്റ്ലി നമ്മളവിടെ കേരളത്തിൽ നിന്നൊക്കെ വന്ന സ്റ്റാർട്ടപ്പ് വന്നിട്ടുള്ള ആളുകളൊക്കെ ഒരു സ്ലഷ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റിൽ വന്നിരുന്നു. അവിടെ സ്ലഷിൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മോളെ കൂടെ പഠിച്ച കുട്ടികളാണ്. എന്നിട്ട് അവരെ പിന്നെ എഴുത്ത് എന്ത് രസമാണെന്നറിയാം. അവർ സ്ലഷിൽ അവർ ആ ഇവൻറ്റിൽ കോർഡിനേറ്റ് അവർ ചെയ്ത ആക്ടിവിറ്റീസ് അവർ വളരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മളൊക്കെ കയറി ലൈക്ക് ചെയ്യും, കമൻ്റ് അടിക്കുകയും ചെയ്യും. ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നൊരു അഭിപ്രായം, സ്വന്തം അഭിപ്രായം. മറ്റുള്ളവർ നമുക്ക് സാധാരണ ചെയ്യുന്നതൊക്കെ ഷെയർ ചെയ്യുമായിരിക്കും മറ്റുള്ളവരത്, പക്ഷെ സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതും ആ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലാണ്. അതെ അതെ, അതങ്ങനത്തെ കഴിവുകളൊക്കെ ഈ കുട്ടികൾക്കുണ്ട്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഫിൻലൻഡിലെ ഈ പറഞ്ഞ ഫേക്ക് ന്യൂസുകൾ ഫിൽറ്റർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ് റൂമിൽ. ഞാൻ അങ്ങനെ ന്യൂസിൽ കണ്ടതാണ്. എന്നുവെച്ചാൽ റിയാലിറ്റിയിൽ അവർ ക്ലാസ് റൂമിൽ വരുന്നു, മൊബൈൽ ഡിവൈസസ് എടുക്കുന്നു, അതിനകത്ത് നിങ്ങൾ ഇന്ന് കാണുന്ന വാർത്തകൾ ഏതൊക്കെ ഫേക്കാണ് അല്ല എന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം. അങ്ങനെ പല എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഈ കാലഘട്ടത്തിൽ അവരെ ലിറ്ററസി ഉണ്ടാക്കിയെടുക്കുകയാണ്, ഡേറ്റ ലിറ്ററസി. അതായത് പിന്നെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാം, നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ വേറൊന്ന് പ്രീ സ്കൂൾ മുതൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് റോഡിൽ എങ്ങനെ നടക്കണം. ഓക്കെ, അതായത് എൻ്റെ ഒരു മോളെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. അന്ന് പ്രീ സ്കൂളിലാണ്. എന്നിട്ട് റോഡ് സേഫ്റ്റീനെ പറ്റി അവൾ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് അവളെ ഒരു പോഡ്കാസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവൾ ചെയ്യാണ്, വെറുതെ ചെയ്തതാ. അപ്പോൾ ഇങ്ങനെ കാറ് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി നിൽക്കുക, അവിടെ ഒരു ഇതുണ്ടാവും, അവിടെ പ്രസ് ചെയ്യുക, എന്നിട്ട് അവിടെ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യുക, അല്ല അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളൊരു ക്ലാസ് എടുക്കുക. അത് അവൾ 1ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല കേട്ടോ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ലിറ്ററസി ഇതൊക്കെ, അതായത് റോഡിൽ ഇനിയിപ്പോൾ റോഡ് നമ്മൾ എടുക്കുക, നമ്മളെ റോഡിൽ കൂടെ 2 ഭാഗമുണ്ട് അല്ലേ? റോഡിൽ ആളുകൾക്ക് നടക്കാനുള്ള ഒരു ഭാഗമുണ്ട്, സൈക്കിൾ പോകാനുള്ള ഒരു ഭാഗമുണ്ട്, അത് കഴിഞ്ഞൊരു ആക്ച്വൽ റോഡുള്ളത്, റൈറ്റ്? അപ്പോൾ അതിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം? ആ റോഡിൽ തന്നെ ആളുകൾ നടക്കുന്നിടത്ത് അതിൽ സൈഡുണ്ട്. ഒരു സൈഡിൽ എങ്ങനെ നടക്കാൻ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും പാടുള്ളൂ, കറക്റ്റ്? ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നു. പിന്നെ ഈ കുട്ടി
കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് ഒരു ബാങ്കിങ്, ഒരു എൻട്രപ്രണർ ബിസിനസ് അവർ ചെയ്യും. അവർ ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങും, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും, അത് ഫെയിലാവും. അതായത് ബിസിനസ് പിന്നെ ബാങ്ക്രപ്റ്റ് ആവും. ചില ആളുകൾ ബാങ്ക്രപ്റ്റ് ആവും, ചില ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ഇതിങ്ങനെ ഒരു ദിവസം അവർ ഒരു 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 സിറ്റി ഉണ്ടാക്കിയിട്ട് അമേസിങ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ടാക്സ് അവർക്കറിയാം. പറയാൻ പറ്റാ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ടാക്സിനെ പറ്റി ലിറ്ററേറ്റ് ആണ്. അവർ ടാക്സ് കൊടുക്കേണ്ടി അവർക്കറിയാം, ഒരു എംപ്ലോയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയാം, അവർലി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ മൊത്തം അവർക്കറിയാം. അല്ല ആ സിസ്റ്റം അല്ലേ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ.